بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും പുണ്യങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെ നാം കടന്നു പോവുകയും ആ ദിനരാത്രങ്ങൾ നമുക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാചിൻ്റെ എല്ലാവിധ ദുർബോധനങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ സമൂഹത്തെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലരോടും പല തരത്തിലുള്ള കടമകളും കടപ്പാടുകളും ഉണ്ട്. അതിലേറ്റവും വലിയ കടപ്പാട് ഉള്ളത് നമ്മെ സൃഷ്ടിച്ചവനായ നമ്മുടെ രക്ഷിതാവിനോടാണ്. ദുർബലാവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ച ഒരു മനുഷ്യൻ ഏറ്റവും ആരോഗ്യ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടു കൂടിയാണ്. സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം കാണാൻ സാധിക്കുന്നത് മനുഷ്യൻ പേര് പറയത്തക്ക ഒരു വസ്തുവും ആയിരുന്നിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്നാണ് പേരുള്ള, അറിവുള്ള, സ്ഥാനമാനമുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് സൂറത്തുൽ ഇൻസാൻ. അതിൽ ഒന്നാമത്തെ ആയത്ത് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യന് പേര് പറയത്തക്ക ഒരു വസ്തുവും ആയിരുന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ്. തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ദുർബലമായ ഒരവസ്ഥയിൽ നിന്നാണ് മനുഷ്യൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് അള്ളാഹു നമുക്ക് ശക്തിയും കഴിവും നൽകിയത്. അതുകൊണ്ട് ആ റബ്ബിനോടുള്ള കടമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാഹ്യമായ കാരണക്കാരായിട്ടുള്ള മാതാപിതാക്കളോടുള്ള കടമയാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാകുന്നു അത്. സൂറത്തുൽ ലുഖ്മാനിൽ ആ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു ആയത്താണ് ഓതിക്കേൽപ്പിച്ചത്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി. മനുഷ്യനോട് അവൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് നാം വസിയ്യത്ത്, ഉപദേശം നൽകിയിട്ടുണ്ട്. ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അവൻ്റെ ഉമ്മ പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാകുന്നു അവനെ ചുമന്നത്, ഗർഭം ചുമന്നത്. വഫിസ്വാലുഹു ഫി ആമൈൻ. അതുപോലെ തന്നെ അവൻ്റെ മുലകുടി ബന്ധം എന്ന് പറയുന്നത് ആമൈൻ, 2 വർഷക്കാലവും ആകുന്നു. അനിഷ്കുർലി. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം. കാരണം സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കർത്താവ് എന്ന് പറയുന്നത് ഞാനായതുകൊണ്ട് എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയും വലി വാലിദൈക. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം. വ ഇലയ്യൽ മസീർ. എന്നിലേക്കാവുന്നു നിങ്ങളുടെ മടക്കം. സൂറത്തുൽ ഇസ്രായിലെ ആയത്തിലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിന്നോട് നിന്റെ രക്ഷിതാവ് വിധിക്കുന്നു, അല്ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കരുത്, ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. അതൊരു വിധിയുടെ ഒന്നാമത്തെ ഒരു ഭാഗമാണ്. അതിനോട് ചേർന്ന് പറഞ്ഞു ആരാധന അല്ലാഹുവിന് മാത്രമെന്ന ആശയം പറഞ്ഞതിനു ശേഷം പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വബിൽ വാലിദൈനി ഇഹ്സാന. നീ നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇഹ്സാൻ എന്ന പദം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പദമാകുന്നു.
അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കലാകുന്നു. കഅന്നക തറാഹു, നീ അവനെ കാണുന്നത് പോലെ ആരാധിക്കുക. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാ, നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിൻ്റെ കാഴ്ച, അല്ലാഹുവിൻ്റെ നിരീക്ഷണവും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടിയിട്ടുള്ള ഇഹ്സാൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. അതാണ് മാതാപിതാക്കൾക്കും ചെയ്തു കൊടുക്കേണ്ടത്. വബിൽ വാലിദൈനി ഇഹ്സാനൻ, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം. അടുത്തതാണ് ആധുനിക സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എല്ലാം തട്ടി കളിക്കുന്നൊരവസ്ഥയുണ്ട്. ഊഴം കാണാൻ വേണ്ടി കാത്തിരുന്ന പലരിലേക്കും അടക്കപ്പെടുന്നൊരവസ്ഥയുണ്ട്. അതേസമയം ഇസ്ലാമിൻ്റെ ആശയം മനസ്സിലാക്കിയ, മാതാപിതാക്കളുടെ കടമ മനസ്സിലാക്കിയ അറേബ്യൻ നാടുകളിൽ കോടതികളിൽ ജഡ്ജിയുടെ മുന്നിൽ വന്നിട്ട് അപേക്ഷ കൊടുക്കുന്നത്, എൻ്റെ ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം എനിക്ക് തരണം. വർഷങ്ങളായി എൻ്റെ മൂത്ത സഹോദരനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഉമ്മാനെ നോക്കാനുള്ള കടമ എനിക്കുമുണ്ട്, അതുകൊണ്ട് അതിൽ എനിക്ക് വിധി പ്രഖ്യാപിക്കണമെന്ന് പറയുകയാണ്. അവസാനം കോടതി വിധിക്കുന്നു, കുറെ നാളായിട്ട് താങ്കളല്ലേ ഉമ്മയെ നോക്കിയത്, അതുകൊണ്ട് ഇനി ഇന്നയാൾക്ക് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ആ പരിചരണം എന്ന് പറയുന്നത് സ്വർഗപ്രവേശനത്തിന്റെ ഭാഗമാകുന്നു. വാലിദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്നത്തു തഹ്ത ഖദമുൽ ഉമ്മുഹാ, അൽ ജന്ന, സ്വർഗം എന്ന് പറയുന്നത് തഹ്ത ഖദമുൽ ഉമ്മുഹാ, മാതാക്കളുടെ കാൽക്കീഴിലാകുന്നു എന്നാണ്. അത്രയും പ്രാധാന്യം ആ വിഷയത്തിന് ഇസ്ലാം നൽകുന്നു. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരിൽ ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടുപേർക്കോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണ് എങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നീ അവരോട് ഛേ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല എന്നാണ്. വാർദ്ധക്യ സഹജമാകുന്നൊരവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ്. മനുഷ്യന്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയി ഒരു ശിശു പ്രകൃതത്തിലേക്ക് അവൻ മടങ്ങിപ്പോകുന്ന സാഹചര്യമാകുന്നു എന്ന് സൂറത്ത് യാസീനിൽ കാണുവാൻ കഴിയുന്നു. വർഷങ്ങളായി യാസീൻ ഓതിയിട്ടും വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ എതിർക്കുന്ന, തള്ളിക്കളയുന്ന മക്കൾ മനസ്സിലാക്കേണ്ടത് യാസീനിലെ ഒരു വചനം, ലളിതമായ ചെറിയ ഒരു ആയത്ത്, വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ, നാം ആർക്കെങ്കിലും ദീർഘായുസ്സു നൽകിയാൽ നുനക്കിസുഹു ഫിൽ ഖൽഖ്, പ്രകൃതിയിലേക്ക് നാം അവനെ തിരിച്ചു കൊണ്ടുവരും. ദീർഘായുസ് ലഭിച്ചു, പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഒരു കുട്ടിത്വത്തിലേക്ക്, ശിശുത്വത്തിലേക്ക് അവനെ നാം തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഈ വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കൾ ഒരു കുഞ്ഞിന്റെ പ്രകൃതിയോട് കൂടിയിട്ടുള്ള പെരുമാറ്റം അവരിൽ ഉണ്ടാകും. അത് അവരുടെ ബോധപൂർവ അവസ്ഥയല്ല, മനുഷ്യന്റെ അവസ്ഥ അതിലേക്ക് മാറിപ്പോകും. ആ ഒരു ഘട്ടത്തിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നീ അവരോട് ഛേ എന്ന് പോലും പറയാൻ പാടില്ല. വലാ തൻഹറുഹുമാ, നീ അവരോട് കയർക്കുവാനും പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, നീ അവരോട് മാന്യമായ വാക്കാകണം പറയേണ്ടത്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നീ അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. വഖുൽ ലഹുമാ ഖൗലൻ കരീമ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നീ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. റബ്ബിർഹംഹുമാ, അല്ലാഹുവേ നീ ഇരുവർക്കും കരുണ ചൊരിയണമേ. കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പത്തിൽ എന്നോട് എൻ്റെ മാതാപിതാക്കൾ കരുണ കാണിച്ചതുപോലെ നീ എൻ്റെ മാതാപിതാക്കൾക്കും കരുണ കാണിക്കണമേ എന്നാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നാം ഇബാദത്തുകൾ ചെയ്യുന്നത്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷേ മാതാപിതാക്കളെ അവഗണിച്ചാൽ ആ തൃപ്തി കരസ്ഥമാക്കാൻ സാധ്യമല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളല്ലാഹ് ഫീ റിളൽ വാലിദൈൻ,
അള്ളാഹുവിന്റെ തൃപ്തി കുടികൊള്ളുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിന്മേലാകുന്നു. അവളുടെ തൃപ്തിയാണ് ഏറ്റവും വലുത്. അള്ളാഹുവിന്റെ കോപം കുടികൊള്ളുന്നത് മാതാപിതാക്കളുടെ കോപത്തിന്മേലാകുന്നു. അതുകൊണ്ട് പല കുടുംബങ്ങളിലും പല വ്യക്തികൾക്കിടയിലും ഈ ഒരു സമൂഹം അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. വാർദ്ധക്യഘട്ടത്തിലേക്ക് എത്തിയിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് പോലും സ്വീകാര്യതയുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു മാതൃത്വത്തിൽ നിന്ന് വരുന്നില്ല എന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലെ ഒരു കുട്ടി ഒരു ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ഘട്ടത്തിൽ അതിനുവേണ്ടി തെളിവ് പറയുമ്പോൾ എന്നെ ആരും അടിച്ചിട്ടില്ല, ഞാൻ താഴെ വീണതാണ് എന്ന് പറഞ്ഞ് ആ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഉമ്മയുടെ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മക്കൾ എന്ന് പറയുന്നത് ഉമ്മമാർക്ക് അവർക്ക് വളരെ വിലപ്പെട്ടതാകുന്നു. അതാണ് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു കവി അതേ ആശയത്തിൽ തന്നെ പറയുകയും ചെയ്തു. ഉമ്മായെ കൊന്ന് അതുപോലെ തന്നെ ഉമ്മാന്റെ കരളും ഉമ്മാന്റെ ഹൃദയവും പകുത്തെടുത്തുകൊണ്ട് ഓടിക്കൊണ്ട് മകൻ പോകുമ്പോൾ ഇടക്ക് വെച്ച് മകനൊന്ന് തട്ടി വീഴുകയാണ്. അപ്പോൾ ഈ പിടക്കുന്ന ഹൃദയം പറഞ്ഞ മോനെ എടാ വീഴല്ലേ എന്ന് പറയുന്നത് ആ ഒരു മകനോടുള്ള ഉമ്മയുടെ ആ ഒരു അടിസ്ഥാനത്തിലാകുന്നു. അത്രയും കരുണയുള്ള ഒരു ആശയത്തിലാണ് മാതൃത്വം പിതൃത്വം എന്നതൊക്കെയും ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സമൂഹത്തിൽ നിന്ന് തന്നെയാണ് അത്തരത്തിലുള്ള അവഗണനയുടെ അവസ്ഥയുണ്ടാകുമ്പോൾ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ, മാതാപിതാക്കൾ, അതുപോലെ തന്നെ രക്തബന്ധങ്ങൾ, ഈ മേഖലകളിലെല്ലാം കഴിയുന്നിടത്തോളം അതിന് നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹുവിനോടുള്ള കടപ്പാട് മാതാപിതാക്കളോട്, കുടുംബങ്ങളോട്, ഇണകളോട്, മക്കളോട് ഇങ്ങനെ വ്യത്യസ്തമായ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ബന്ധത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിന് വിശാലത നൽകുന്നതും മനസ്സിന് സമാധാനം കിട്ടുന്നതും അതുപോലെ തന്നെ ജീവിത വിഭവങ്ങൾക്ക് വർധനമുണ്ടാകുന്നതും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കളെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അവരെന്തെങ്കിലും വസിയത്ത് നമ്മളോട് വിട്ടേച്ചു പോയിട്ടുണ്ട് എങ്കിൽ ആ വസിയത്ത് നടപ്പിലാക്കുക. അവരുടെ സുഹൃത്തുക്കൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവരെ പോയി കണ്ട് അവരുമായി സാമീപ്യം പുലർത്തുക. ഇതാണ് മരണപ്പെട്ടു പോയ മാതാപിതാക്കളോടുള്ള കടമയായി പ്രവാചകൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ വസിയത്തുകൾ പൂർത്തീകരിക്കുക, അവരുടെ സുഹൃത്തുക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ പറഞ്ഞു പോയ മാതാപിതാക്കളുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി